Frankly speaking, I didn't know that I had to speak anything here. I've never been told about this. And I don't know her name, but she told me that you just tell about the journey of me becoming an actor. After listening to the speech by Madam Swarnalatha, I think whatever I speak here would be just nothing. I always try to call them not disabled, but differently abled. And she's just an epitome of being differently abled. And to Swarnalatha, I'm the best part of being here in this function is. And not everybody is as blessed as her to have a family like this. I appreciate your husband, your kids, for the moral support and all the physical support they are giving to you. Some people may like ഇപ്പോൾ എല്ലാം റീൽസിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ചിലപ്പോൾ കേൾക്കും, പക്ഷെ ഇവരെന്താണ് ഇവിടെ പോയാൽ ഈ ഓരോന്ന് ഇൻസ്പിറേഷൻ്റെ ഗുളിക കഴിച്ചിട്ടാണോ വന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, പക്ഷെ എൻ്റെ റിയലൈസേഷനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ എന്തൊക്കെ റിയലൈസ് ചെയ്തു, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് അറിയില്ല. സം പീപ്പിൾ മേ തിങ്ക് ദാറ്റ് ഐ എം എ വൊറേഷ്യസ് റീഡർ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം സേയിങ് തിങ്സ്. നോ, യെസ് ഐ ഡു റീഡ്. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുന്നത് എൻ്റെ തോട്ട് പ്രോസസ്സിൽ നിന്നല്ല, എൻ്റെ പ്യുവർ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരൊറ്റ തോട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സമൂഹം മാറി, നമ്മുടെ അമ്മമാർ മാറി, അച്ഛന്മാർ മാറി, കുട്ടികൾ മാറി, ചിന്താഗതികൾ മാറി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സത്യം എന്താണോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത്, ഇഫ് യുവർ തോട്ട് ഇസ് 100% or if your conscience is 100% truthful, then you can go for it. Don't think about the society or what others will think about it. And also, I am a dancer. ഞാൻ എല്ലാവർക്കും പോയിട്ട് എൻ്റെ പ്രായം പറയും. സോ ചില ആൾക്കാരുടെ അടുത്ത് പറയും, വൈ ഡു യു ഹാവ് ടു ടോക്ക് അബൌട്ട് യുവർ ഏജ് ഓൾ ദ ടൈം? യെസ്, ഐ എം 38 years old. ഞാൻ പറഞ്ഞു, നോണ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ദേർ ഇൻ ദ ഗൂഗിൾ, എനിബഡി കൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. സോ in this age that it's not so aged, they come and ask me, കുട്ടികളല്ല, കുട്ടികളുടെ അമ്മമാർ, കുട്ടികളെ they will come with the കുട്ടികൾ and then they later say that, can we also dance? Is it possible? I say, why not? It is possible. It is 100% possible. അങ്ങനെ ഞാൻ കുറച്ച് അമ്മമാരുടെ സ്റ്റാർട്ടഡ് ബാച്ച്, ലൈക്ക് കുറച്ച് അമ്മമാർ 30+ സ്റ്റാർട്ടിങ് ഡേ, they have a lot of difficulty for sitting down and doing adabus and all. In 1 year's time, I would proudly say that I could make a lot of workout. So I just want always to be a... ഞാൻ സാധാരണ ഒരു കുട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. വൈ? ബിക്കോസ് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്കതിനെ ഓവർകം ചെയ്യണം. ഞാൻ പണ്ട് ഡാൻസ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഈ ചോക്ക് ഐ യൂസ് ടു ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കും. But if I don't, it's all practice, it's all hard work. So anybody who are ready to do hard work and if you are determined, who can achieve, go to many heights. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി സ്വർണ്ണലത്തേനെ പോലെയൊന്നും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരാളല്ല. ഐ എം എ വെരി mediocre person and still I would like to say things to people to inspire them, to make them happy, to give them happiness. Let everybody be happy and don't waste your time in social media for unnecessary things which can give a different framework to us or to our mind. ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് അതിൻ്റെ ഡിബേറ്റ്സ് കണ്ട് അല്ലെങ്കിൽ ഇവിടെ there is a lot of things happening like religion. ഇതൊക്കെ കുറേ ബിസിനസ്സാണ് for people. No, they want some kind of news and propagandas so that our thoughts are always diverted toward these things and we will never
talk about the important causes which is happening here. So they know, all the people know how to divert people's mind from one issue to another. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ വേറൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മൈൻഡിനെ തിരിച്ചുവിടുന്ന ബ്രില്യൻ്റ് ഐഡിയാസും PR വർക്കും ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് യു not to quit social media, but use social media wisely, not to become intolerant and to go on cribbing and commenting. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും നമ്മൾ കമന്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ കമന്റ് കൊണ്ടും ഇവിടെ ആരും നന്നാവാൻ പോകുന്നില്ല, നമ്മുടെ കമന്റ് കൊണ്ട് ഇവിടെ ആരും കരയാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ കമന്റ് ചെയ്ത് നമ്മുടെ കയ്യിന്റെ തമ്പിന്റെ ഇത് തൊലി തേക്കാതെ just live with your life, go and achieve. ഒരു ഇപ്പൊ പലരും പറയും ഓക്കെ ഐ എം എ പെൻഷനർ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം. എൻ്റെ അച്ഛൻ പറയും, അവിടെ നോക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറയും ഐ എം എ പെൻഷനർ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം, ഐ വാച്ച് ദിസ്. നോ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, when you watch, somebody is trying to manipulate you, somebody has some hidden agendas. Nobody is just giving anything free of cost. Ellaavarum, there is a thought behind every sentence which people are making. Why do we have to do all these things? Why do we have to just believe all these things? നല്ല നല്ല പുസ്തകങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, വായിക്കാം. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, സഹായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുണ്ട്, അതിനെ വളർത്താം. ബേക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ബേക്ക് ചെയ്യാം, തുന്നാൻ ഇഷ്ടമുള്ളവർക്ക് തുന്നാം, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് കളിക്കാം. ഇഫ് യു ആർ interested in a percussionist, go and learn a flute, violin, organ, go for veena. It will take years, but at the end of the day you become an achiever. But just being into the social media and seeing all these crafts, you will reach nowhere but will become manipulated by somebody else. So I would really suggest all of you to spend your time in wise things, seeing wise things, talking about good things, and forgetting about commenting in social media, because of our comments nobody is going to change and nobody really values what we comment about others. നമ്മുടെ മാത്രം ജോലി നോക്കി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നല്ല, ഈ എന്താ പറയാ, ആൾക്കാരെ കൂത്താനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒക്കെ പോവാതെ നമ്മൾ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ. ഐ നോ ദാറ്റ് Rotarians do a lot of help. ഒരുപാട് സർവീസ് ചെയ്യുന്നവരാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതൊക്കെ ഇനിയും തുടരട്ടെ. പിന്നെ എനിക്കൊരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ. കാരണം എന്താ വെച്ചാൽ ഒരു ബുക്ക്ലെറ്റ് ഞാൻ അവിടെ കണ്ടു, അതിൽ എഴുതിയിരിക്കുന്നു എനിക്ക് 2 മക്കളുണ്ടെന്ന്. എൻ്റെ മോൻ എന്ത് വിചാരിക്കും? എനിക്കില്ല കേട്ടോ. പിന്നെ എൻ്റെ കുടുംബം എന്ത് വിചാരിക്കും? അവരാരും അറിയാതെ എനിക്ക് യാതിക എന്ന് പറയുന്ന ഒരു മകളുണ്ടെന്ന് അവർ എഴുതിയിരിക്കുന്നു. അപ്പോ ദയവ് ചെയ്ത് എന്നെപ്പറ്റി അറിയാത്തവർ അതല്ലേ വായിക്കുക. അറിയാവുന്ന നിങ്ങൾ കുറച്ച് പേർക്ക് അറിയാം, ഓക്കെ എനിക്കൊരു മകനേ ഉള്ളൂ എന്ന്. ചിലപ്പോൾ അറിയുണ്ടാവാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവുമല്ലോ. ദയവ് ചെയ്ത് when you call guest, it is very simple to go to Wikipedia. It is so simple. Go to the Wikipedia and write only the right information, because I don't have 2 kids. Okay? Just a പരിഭവം. പിന്നെ വേറൊരു കാര്യം വലിയ സന്തോഷം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട്. ഐ എം സോ സോറി, somehow it's come to my credits. പക്ഷെ അതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ ഗുഡ് സ്പിരിറ്റ്. ഞാനതും കൂടി ചെയ്തു എന്നല്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ സോറി, എനിക്കൊരു കുട്ടിയുടെ അവകാശം ഏറ്റെടുക്കാൻ പറ്റില്ല, എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ്. Anyways, jokes apart, and I'm so happy to be a part